നമുക്ക് ആദ്യം പ്രീവിയസ് ഇയർ കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കാം. കോസ്റ്റ് ഷീറ്റ് ഫോർ ദി ഇയർ എൻഡിങ് 31st December 2010. ഇത് നമ്മൾ ആദ്യം എഴുതേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 30,000 ആണ്. നെക്സ്റ്റ് ആഡ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 65,000 ആണ്. അത് എഴുതാം 65,000. ദെൻ അതിൻ്റെ കൂടെ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 8,000 ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. റോ മെറ്റീരിയലിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് അല്ലേ. ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് പർച്ചേസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ചെയ്യുമ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് 87,000. ഇനി ഇതിൻ്റെ കൂടെ ഡയറക്റ്റ് വേജസ് ആഡ് ചെയ്യുക. ഡയറക്റ്റ് വേജസ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 85,000 ആണ്. ഇവിടെ ഒരു കാര്യം എഴുതാൻ മറന്നുപോയി. നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് 2,000 ആണ്. ഇനി ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് പെർ യൂണിറ്റ് കാണാൻ 87,000 ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഡിവൈഡഡ് ബൈ 2,000 43.50. ദെൻ ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത് 85,000 ആണ്. അതിൻ്റെ പെർ യൂണിറ്റ് കാണാൻ 85,000 ഡിവൈഡഡ് ബൈ 2,000 42.50. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്, അതായത് ഡയറക്റ്റ് വേജസ്. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നും തന്നെ തന്നിട്ടില്ല. നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റ് 1,72,000. ടോട്ടൽ പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൈം കോസ്റ്റ് 86 rupees ആണ്. അടുത്തത് അതിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുക. ആഡ് ഫാക്ടറി ഓവർ ഹെഡ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 20,000 ആണ്. അതിൻ്റെ പെർ യൂണിറ്റ് കാണാൻ 20,000 ഡിവൈഡഡ് ബൈ 2,000 10. പ്രൈം കോസ്റ്റിനോടൊപ്പം ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് കോസ്റ്റ് കിട്ടും. വർക്ക് കോസ്റ്റ് 1,72,000 പ്ലസ് 20,000 1,92,000. ദെൻ 86 പ്ലസ് 10 96. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആണ്. ആഡ് ഓഫീസ് ആൻഡ് അഡ്മിൻ എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ് ആണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 12,000 ആണ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 12,000ൻ്റെ പെർ യൂണിറ്റ് കാണാൻ 12,000 ഡിവൈഡഡ് ബൈ 2,000 6 rupees. ഓഫീസ് ആൻഡ് വേറെ ഒന്നും തന്നിട്ടില്ല. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 2,04,000 അല്ലേ. ഇവിടെ 102 രൂപ 2,04,000 ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇതിൻ്റെ കൂടെ ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യാം. ഫിനിഷ്ഡ് ഗുഡ്സ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 34,000 ആണ്. ദെൻ ഇതിൻ്റെ ഒന്നും പെർ യൂണിറ്റ് കാണണ്ട. ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. മൈനസ് ചെയ്യാം. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്
ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000 ക്ലോസിംഗ് സ്റ്റോക്ക് 34,000 ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് കേട്ടോ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 10,000 ക്ലോസിംഗ് സ്റ്റോക്ക് 34,000 ആണ് തന്നിരിക്കുന്നത്. മൈനസ് ചെയ്യാം. ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യാം. നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് $1,80,000 ആണ് ടോട്ടൽ കോസ്റ്റ്. പിന്നെ ക്വസ്റ്റ്യനിൽ സെയിൽസ് തന്നിട്ടുണ്ട്. സെയിൽസ് എന്ന് പറയുന്നത് 1,98,000 ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസിൽ നിന്ന് സെയിൽസ് മൈനസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് 1,98,000 നിന്ന് 1,80,000 മൈനസ് ചെയ്യുമ്പോൾ 18,000 ആണ് പ്രോഫിറ്റ്. ഓക്കെ, ഇതാണ് പ്രീവിയസ് കോസ്റ്റ് ഷീറ്റ്.